ശലോം സഹോദരരെ, ശബ്ബാത്ത് ശലോം. നമുക്കറിയാലേ, വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെ ശബത്താണ് എന്ന്. എന്നാൽ നമ്മൾ വെള്ളിയാഴ്ച വൈകുന്നേരം നമ്മൾ ശബത്ത് ആചരിക്കുമ്പോൾ ചിലരെങ്കിലും സംശയിക്കും, അല്ലെങ്കിൽ മറ്റു ചിലരെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാകാം, എന്ത്, നിങ്ങൾ ശബത്ത് ശനിയാഴ്ചയാണ് എന്ന് നിങ്ങൾ പറയുന്നു അല്ലേ, പക്ഷേ എന്തിനാണ് നിങ്ങൾ വെള്ളിയാഴ്ച വൈകുന്നേരം പ്രാർത്ഥിക്കുന്നേ എന്ന് ഇല്ലേ? ചിലരെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തായിരിക്കും നിങ്ങൾ അവരോട് മറുപടി പറഞ്ഞത്? അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ വെള്ളിയാഴ്ച വൈകുന്നേരം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇറച്ചിയും മീനും ഒക്കെ കഴിക്കുമ്പോൾ അവർ ചോദിക്കും, പ്രത്യേകിച്ച് സത്യക്രിസ്ത്യാനികൾ. കാരണം അവർ പറയും, വെള്ളിയാഴ്ച യേശുവയെ ക്രൂശിൽ തറച്ചു കൊന്ന ആ ദിവസം ആയതുകൊണ്ട് ഇറച്ചിയൊന്നും കൂട്ടാത്ത കുറേ എന്താ പറയുക സത്യക്രിസ്ത്യാനികളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇറച്ചി കഴിക്കുമ്പോൾ കർത്താവ് മരിച്ച ദിവസമാണോ നിങ്ങൾ ഇറച്ചി കഴിക്കുന്നേ? അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന കുറേ പേരുണ്ട്. പിന്നെ പറയും, വെള്ളിയാഴ്ച സാത്താൻ്റെ ദിവസമല്ലേ, അപ്പോൾ നിങ്ങൾ ശബത്ത് വെള്ളിയാഴ്ച വൈകുന്നേരം നിങ്ങൾ ആചരിക്കുമ്പോൾ നിങ്ങൾ സാത്താനെയാണോ ആരാധിക്കുന്നത്? ഇങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കേൾക്കാം. അപ്പോൾ അവരോട് വ്യക്തമായിട്ട് ഉത്തരം പറയാനുള്ള ധൈര്യം വേണം. അല്ലാതെ വീട്ടിലുള്ളവരെ പോലും പേടിച്ച് ഒളിച്ച് ശബത്ത് ആചരിക്കേണ്ട, എന്താ പറയുക, അങ്ങനെയുള്ളവരല്ല നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് നമ്മൾ അപ്പവും വീനൊക്കെ വാഴ്ത്തി ബൈബിളൊക്കെ വായിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ഹീബ്രുവിലുള്ള കുറച്ച് പാട്ടുകളും കൂടി പാടി കേട്ട് കഴിഞ്ഞാൽ സാത്താൻ ജനത്തിന് അങ്ങോട്ട് ഇളകും. കാരണം അവരുടെ ആത്മാവിന് ഇതൊക്കെ അരോചകമാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാകാത്തൊരു ഭാഷയും കൂടി ആയതുകൊണ്ട് അവരെല്ലാവരും കൂടെ നമ്മുടെ സാത്താൻ ആരാധകരായിട്ട് മുദ്രകുത്തും. അപ്പോൾ അതിൽ നിന്നൊക്കെ എന്താ പറയുക, നിത്യതയിൽ വ്യക്തമായ ഉത്തരം അവർക്ക് കൊടുക്കാൻ സാധിക്കണം. നിത്യതയിൽ എന്താണ്, നിത്യതയിൽ ശബത്തുണ്ട്. അപ്പോൾ ആ ശബത്ത് ഇപ്പോൾ ആചരിക്കാതെ നമ്മൾ അവിടെ ചെന്ന് എന്താ ചെയ്യുക? അപ്പോൾ അത് മതി. അവർ പറയുന്ന ക്വസ്റ്റ്യനൊക്കെ ആൻസർ കൊടുക്കാനുള്ള ധൈര്യം നമുക്ക് വേണം. അല്ലാതെ ഒരു ദൈവ പൈതൽ ഒരിക്കലും ധൈര്യമില്ലാതെ ഒളിച്ചിരുന്ന് ശബത്ത് ആചരിക്കുക. അതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു. നമ്മൾക്കിനി ധൈര്യം വേണം. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവനുള്ള ദൈവത്തിനെ, ഇസ്രായേലിൻ്റെ ദൈവത്തിനാണ് ആരാധിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ കളിയാക്കില്ല എന്തൊക്കെ പറഞ്ഞാലും അവരവരെ വഴിക്ക് പൊക്കോട്ടെ. അപ്പോൾ അത് പേടിച്ചിരുന്ന് ഒളിച്ചിരുന്ന് ശബത്ത് ആചരിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അവർ ചോദിക്കണേനൊക്കെ നല്ല ഉത്തരം തന്നെ പറഞ്ഞു കൊടുക്കാം. ഉൽപ്പത്തി എത്ര പ്രാവശ്യം വായിച്ചാലും നമുക്കതൊരു പുതുതായിട്ട് തോന്നുന്നില്ല. ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കൂലേ, വെള്ളിയാഴ്ച വൈകുന്നേരം എങ്ങനെയാണ് അത് ആവുന്നത്, ശബത്താവണേ, നിങ്ങൾ ശനിയാഴ്ചയല്ലേ ശബത്ത് എന്ന് പറയണേ? അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവരോട് പറയാനുള്ള ഒരു വ്യക്തമായിട്ടുള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഉൽപ്പത്തിയിൽ എഴുതിയിട്ടുണ്ട്, പകൽ വാഴാൻ ഒരു വലിയ വെളിച്ചം ദൈവം ആക്കി വെച്ചു എന്ന്. സൂര്യനെയാണ് പറയണേ. അപ്പോൾ ദൈവം സൂര്യൻ സൃഷ്ടിച്ചത് എന്തിനാ? വെളിച്ചം നൽകാൻ. പക്ഷേ ചന്ദ്രനെയാണ് ദൈവം കാലനിർണയത്തിനായിട്ട് ആക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ മനുഷ്യർ സൂര്യനെ നോക്കിയിട്ട് അല്ലെങ്കിൽ സൂര്യനെ ദൈവമായി കണ്ട് ആരാധിച്ചിട്ട് അതിനെയാണ് കാലനിർണയത്തിനായിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് രാത്രി 12 മണി മുതൽ ഒരു ദിവസം തുടങ്ങുന്നു അല്ലെങ്കിൽ ആരംഭിക്കുന്നു എന്ന് മറ്റ് ജനങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ ദൈവത്തെ ഫോളോ ചെയ്യുന്ന ദൈവമക്കള്, ഉദാഹരണമാണ് ഇസ്രായേൽ, അവരൊക്കെ ഇന്നും ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് സൂര്യാസ്തമയത്തോടു കൂടിയാണ്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഉൽപ്പത്തി വായിച്ചു കഴിഞ്ഞാൽ ഓരോ സൃഷ്ടി കഴിഞ്ഞാലും അവിടെയൊക്കെ നമുക്ക് കാണാം, സന്ധ്യയായി ഉഷസ്സായി 1-ാം ദിവസം, സന്ധ്യയായി ഉഷസ്സായി 2-ാം ദിവസം എന്നിങ്ങനെ പറയുന്നത്. അപ്പം നമുക്കതൊക്കെ പറയാം. പിന്നെ അത് മാത്രമല്ല, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലേ, കാലനിർണയത്തിന് ചന്ദ്രനെയാണ് ദൈവം നിയമിച്ചതെന്ന്. അത് സങ്കീർത്തനം 104:19 അത് വായിച്ചു നോക്കി, അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അവിടുന്ന് കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു എന്ന്. അപ്പോൾ അതിനാൽ തന്നെ ബൈബിൾ ഫോളോ ചെയ്യുന്ന നമുക്കും ഒരു ദിവസം ആരംഭിക്കേണ്ടത് സൂര്യാസ്തമയത്തോടെയാണ്. അപ്പോൾ ഒരാൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ വ്യക്തമായിട്ട് ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ വചനം പഠിക്കണം. നമ്മൾ വചനത്തിൽ അന്വേഷിക്കണം, എവിടെയാണിത് പറയണേ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തണം. പിന്നെ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലേ, കിദ്ദൂഷ് ചെയ്യുമ്പോൾ
പാനപാത്രം എടുത്ത് ഉയർത്തുമ്പോൾ അത് രക്ഷയുടെ പാനപാത്രമാണ് എന്ന്. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമുക്കറിയാം അല്ലേ, നാം എല്ലാം ഇപ്പോൾ നമ്മളെ കുറ്റം പറയുന്നവരെ പോലെ ആയിരുന്നു നമ്മൾ പണ്ട് അല്ലേ. ഒന്നും അറിയാതിരുന്ന കാലത്ത് ദൈവം തിരഞ്ഞെടുക്കുന്നതിന് മുൻപേ നമ്മളും വിഗ്രഹങ്ങൾക്ക് മുൻപിൽ കുമ്പിട്ടും പ്രാർത്ഥിച്ചും കരഞ്ഞും ഒക്കെ നടന്നിരുന്ന കാലമുണ്ട്. ദൈവമാണെന്ന് വിചാരിച്ച് എല്ലാത്തിനെയും കുമ്പിട്ട് നടന്ന്, ദൈവമാണെന്ന് വിചാരിച്ച് എല്ലാത്തിനെയും തേടി നടന്ന് ഒക്കെ പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലങ്ങളിലൊക്കെ നമ്മുടെ ആത്മാവ് മരിച്ചതായിരുന്നു അല്ലേ. അപ്പോൾ ഇപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ മരിച്ചു കിടന്നിരുന്ന നമ്മുടെ ആത്മാക്കളെ രക്ഷിച്ചത് യേശുവായുടെ രക്തമായിരുന്നു. ഞാൻ ഈ മർമ്മം മുൻപ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കാൽവരി ക്രൂശിലെ മർമ്മം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലും ഞാനിത് പറ്റി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വൈൻ ഗ്ലാസ് എടുത്ത് ഉയർത്തി ബ്രാഹ ചൊല്ലുമ്പോൾ നാം ഓർക്കേണ്ടത്, അപ്പാ കാൽവരി ക്രൂശിൽ ആബ ജീവൻ വെടിഞ്ഞതും അങ്ങയുടെ അവസാന തുള്ളി രക്തം വരെ വാർത്തുകൊണ്ട് അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഓർത്തുകൊണ്ട് വേണം നമ്മൾ ഓരോ ദൈവമക്കളും കിദ്ദൂഷ് ചെയ്യാനായിട്ട്. അതായത് മരിച്ചു കിടന്ന നമ്മുടെ ആത്മാക്കൾക്ക് വീണ്ടെടുപ്പ് തന്നത് യേശുവായുടെ രക്തമാണ് എന്ന ബോധ്യത്തോടെ വേണം നമ്മൾ ആ കിദ്ദൂഷിന് വൈൻ ഗ്ലാസ് എടുത്ത് ഉയർത്താനായിട്ട്. അപ്പം ഇങ്ങനെ പാനപാത്രം എടുത്ത് ഉയർത്തുമ്പോഴാണ് അത് രക്ഷയുടെ പാനപാത്രമാകുന്നത്. നമുക്ക് കിട്ടിയ ആ രക്ഷയെ ഓർത്തിട്ട് ആ സമയത്ത് നമ്മൾ നന്ദി പറഞ്ഞ് സ്തുതിക്കണം. അപ്പോൾ ശബത്ത് ആചരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടു സഹോദരങ്ങൾക്കും ആത്മാവിൽ സൗഖ്യമായിരിക്കുന്നു എന്ന വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി ശബാത്ത് ശലോം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആത്മാവും രക്തവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, യേശുവായുടെ രക്തമാണ് നമ്മുടെ ആത്മാക്കളെ രക്ഷിച്ചതെന്ന്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. രക്തം എങ്ങനെയാണ് ആത്മാവായിട്ടുള്ള റിലേഷൻഷിപ്പ്, എങ്ങനെയാണ് ആ ഒരു ബന്ധം വരുന്നത്, എങ്ങനെയാണ് രക്തം കൊണ്ട് ആത്മാവിനെ രക്ഷിക്കാൻ സാധിക്കുക? ഇത് ഒരു മർമ്മമാണ്. ഞാൻ എന്നും പറയാറുണ്ടല്ലേ, ഞാൻ പറയുന്ന മർമ്മങ്ങൾ പലതും സിയോനിൽ നിന്ന് ഒഴുകുന്നതാണ്. അതായത് യേശയ്യ 2:4 സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് അദോനയുടെ വചനവും പുറപ്പെടും. അപ്പം ഈ വചനത്തിന് നിവൃത്തിയായിട്ട് യെരുശലേമിൽ നിന്ന് കിട്ടിയതാണ് നമുക്ക് ഈ മർമ്മങ്ങളൊക്കെ. നമുക്കറിയാം അല്ലേ, അന്ത്യകാലത്ത് അത് ലൂക്ക 1:17 മലാക്കി 4:5 പറയുന്നുണ്ട്, മക്കളുടെ ഹൃദയം അപ്പനിലേക്കും തിരിക്കാനും അപ്പൻ്റെ ഹൃദയം മക്കളിലേക്ക് തിരിക്കാനും ഏലിയ പ്രവാചകൻ വരുമെന്ന് പറയണ്ട അവിടെ. അപ്പം അതിന് ഒരുക്കമായിട്ട് ജാതികളായ നമുക്കും ഈ രക്ഷ കിട്ടാനായിട്ട് ദൈവം യെരുശലേമിൽ നിന്ന് ഈ സത്യങ്ങളെ നമ്മളെ അറിയിച്ചിരിക്കുന്നു. അത് നമുക്ക് മനസ്സിലാകുന്ന പോലെ, നമുക്ക് തിരിയുന്ന പോലെ മറ്റുള്ളവർക്ക് തിരിയണമെന്നില്ല, മനസ്സിലാകണമെന്നുമില്ല. അപ്പോൾ അതും കൂടെ നമ്മുടെ ആത്മാവിന് തിരഞ്ഞെടുത്തതിന് ഒരു ലക്ഷണമാണ്. ഞാൻ പറഞ്ഞു വന്നത് ആത്മാവിനും രക്തത്തിനും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്? നമുക്കറിയാലേ, ദൈവം ആത്മാവാണ്, അരൂപിയാണ്, രൂപമൊന്നുമില്ല. അതിനാൽ തന്നെ ദൈവത്തെ കാണണമെങ്കിൽ നാം ആത്മാവിൽ നോക്കണം. നമുക്കും ശരീരത്തിൽ ഒരു ആത്മാവുണ്ട് അല്ലേ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കാണ് അത് മനസ്സിലാവുള്ളൂ പെട്ടെന്ന്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ആ ടോക്ക് കേൾത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ പോയിട്ട് അതൊന്ന് കേൾക്കണം. കാരണം അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കണം ആദ്യം. ആദ്യം തന്നെ നമുക്കൊരു ജഡിക ശരീരമുണ്ട്, നമുക്കൊരു ആത്മീക ശരീരവും ഉണ്ട് എന്ന് ഉള്ള കാര്യം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ആത്മാവിന് ഭൂമിയിൽ പ്രവർത്തിക്കാൻ ദൈവം ഒരു ശരീരം തന്ന് ശരീരത്തിലാക്കിയിരിക്കുന്നു. അപ്പം ഇത് ആദ്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് ആത്മാവാം ദൈവത്തെ ആർക്കും കാണാൻ പറ്റാത്തത് കൊണ്ട് ആ ആത്മാവാം ദൈവത്തിന് ദൈവം കൊടുത്ത ശരീരമാണ് യേശുവ. മനസ്സിലായോ? അതായത് ആത്മാവാം ദൈവത്തിൻ്റെ ജഡിക ശരീരമാണ് യേശുവ. അപ്പോൾ ദൈവം ഇതുപോലെ തന്നെയാണ് ആദത്തിനെയും സൃഷ്ടിച്ചത്. മണ്ണുകൊണ്ട് ആദത്തിനെ സൃഷ്ടിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ജീവശ്വാസം ഊതി ആത്മാവിനെ അതിലേക്ക് ആക്കി വെച്ചു, ആദത്തിലേക്ക്. ഇനി നമ്മുടെ ശരീരത്തിന് കാലപരിധി ഉണ്ടല്ലേ. അതായത് കൂടി വന്ന ഒരു 70, 80, 90 ഇല്ല, ഇപ്പോഴൊക്കെ 70 വർഷത്തിൽ തന്നെ നീങ്ങാം. പക്ഷെ ആത്മാവിന് ഇങ്ങനെ കാലപരിധി ഇല്ല. ശരീരത്തിന് പറഞ്ഞ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആത്മാവ് അത് വിട്ട് നിത്യതയിലേക്ക് പോകും. അപ്പോൾ
അതിനാലാണ് ശരീരത്തിൻ്റെ ആയുസ് വളരെ കുറച്ചേ ഉള്ളൂ, ആത്മാവോ നിത്യകാലത്തിലേക്കുള്ളതാണ്. അപ്പം അതിനെ കാത്തു സൂക്ഷിച്ചില്ലെങ്കിലോ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, പിന്നീട് നിത്യതയിൽ നിത്യകാലത്തോളം നരകത്തിയിൽ നിങ്ങൾ കിടക്കേണ്ടി വരുമെന്ന് പറയണേ. എന്നാൽ ഇന്നത്തെ കാലത്ത് മനുഷ്യന് ഈ ലോകത്തെക്കുറിച്ചുള്ള എല്ലാ അറിവുകളുണ്ട് അല്ലേ, പക്ഷെ സ്വന്തം ആത്മാവിനെ കുറിച്ച് അറിയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഒരുപാട് പേര് പ്രൊഫസർമാർ, ഡോക്ടർമാർ എന്ന് വേണ്ട, ശാസ്ത്രജ്ഞന്മാർ, ടീച്ചേഴ്സ്, അങ്ങനെയുള്ളവരൊക്കെ എത്രയോ വിദ്യാഭ്യാസവും ഭയങ്കര പവറായിരിക്കും. പക്ഷെ അവരെല്ലാവരും ഒരു ദിവസം തുടങ്ങുന്നത് ഒരു മൺവിഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഗ്രഹത്തിൻ്റെ മുൻപിൽ കുമ്പിട്ട് നിന്ന് സങ്കടം പറഞ്ഞിട്ടോ നന്ദി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടോ ആയിരിക്കും അവരുടെ ജീവിതം അവർ തുടങ്ങുക. ജീവനില്ലാത്ത ഒരു വസ്തുവിൻ്റെ മുൻപിൽ കുമ്പിട്ട് ആ വസ്തുവിനോട് വർത്താനം പറയുന്ന ശുദ്ധ മണ്ടന്മാർ. നിങ്ങൾ പുറമെ നിന്ന് നോക്കിയാൽ നമുക്ക് ശരിക്കും ചിരി വരും. ഇത്രയധികം ലൗകിക കാര്യങ്ങളെക്കുറിച്ചും ലോകത്തിലെ എല്ലാത്തിനെയും കുറിച്ച് അറിവുള്ളവർ ഒരു പ്രതിമയ്ക്ക് മുമ്പിൽ നിന്ന് സങ്കടം പറയുന്ന കാണുമ്പോൾ നമുക്ക് ചിരി വരും. പക്ഷെ നമ്മെ ലോകം മണ്ടന്മാരായി കണ്ടേക്കാം അല്ലേ, പക്ഷെ നമുക്കുള്ളൊരു ഗുണം അവർക്കില്ല. എന്തത്? അതായത് നമുക്ക് നമ്മെക്കുറിച്ച് അറിയാം. അപ്പം അതിനാണ് പ്രാധാന്യം. സ്വയം അറിയാതെ ദൈവത്തെ അറിയാൻ ശ്രമിക്കുകയാണ് മനുഷ്യൻ. എന്ന് ചിന്തിച്ചു നോക്ക്, സ്വയം ഞാൻ ആരാണ്, എൻ്റെ ഉള്ളിൽ എന്താണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എവിടേക്കാ പോകുക, 100 ക്വസ്റ്റ്യൻ. അപ്പം സ്വയം അറിയാൻ ശ്രമിക്കാതെ എന്താ പറയാ, ദൈവം അല്ലേ, ആ ദൈവത്തിനെ അന്വേഷിക്കുക അല്ലെങ്കിൽ ദൈവത്തിനെ അറിയാൻ ശ്രമിക്കുകയാണ് ഇന്ന് മനുഷ്യൻ. അപ്പോൾ എന്താ പ്രാധാന്യം? നമുക്ക് ഈ ലോകത്തെക്കുറിച്ച് അറിവില്ല എങ്കിലും നമുക്ക് നമ്മെക്കുറിച്ച് അറിയാം. അപ്പോൾ ലോകത്തെക്കുറിച്ചുള്ള അറിവല്ല, നമ്മെക്കുറിച്ചുള്ള മനുഷ്യനെക്കുറിച്ചുള്ള അറിവാണ് ഏറ്റവും വലുത്. ഈ ലോകത്തിൽ കൂടി വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു 80-90 വർഷമേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രേ അറിവ് അവർക്കുള്ളൂ. ഈ ലോകത്തെ പറ്റി അറിഞ്ഞാൽ ഈ 90 വർഷം അവർക്കത് ഉപയോഗിക്കാം, കൂടി വന്നാൽ അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ആത്മാവിനെ കുറിച്ച് അറിയുന്നുവെങ്കിൽ ഈ ആത്മാവിനെ നമ്മൾ കാത്തു സൂക്ഷിക്കും, നിത്യതയിൽ എത്തിക്കും നമ്മൾ ജീവനോട് കൂടി. അപ്പോൾ പിന്നെ നമുക്ക് ഈ ആത്മാവോട് കൂടി നിത്യകാലത്തോളം നമുക്ക് ദൈവത്തോടൊപ്പം കഴിയാം. അപ്പോൾ ആരുടെ അറിവ് ഏറ്റവും കൂടുതൽ ഫലപ്രദം? നമ്മുടെ അറിവ് അല്ലേ. നമ്മളെക്കുറിച്ചുള്ള അറിവ് നമ്മൾക്കുണ്ടായാൽ നമ്മൾക്ക് നിത്യതയോളം ആ ആത്മാവുമായിട്ട് പുതിയ ശരീരത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും, അതും ദൈവത്തോടു കൂടി. അവർ ഇത്രയൊക്കെ ലോകത്തെ പറ്റി അറിഞ്ഞാലും കുറച്ച് വർഷം കഴിഞ്ഞാലും അവരുടെ ശരീരം മണ്ണടിഞ്ഞു പോവും, അതോടുകൂടി അവരുടെ അറിവും അവിടെ തീർന്നു പോവും. അപ്പോൾ അതാണ് വ്യത്യാസം. ഈ അന്ത്യകാലത്ത് ലോകം സാത്താൻ്റെ കൺട്രോളിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ പാപം പെരുകിക്കൊണ്ടിരിക്കുക. തങ്ങൾ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായതെന്ന് അവകാശപ്പെടുന്നവർ, അതായത് കുരങ്ങാണ് ഞങ്ങളുടെ തന്ത എന്ന് അവകാശപ്പെടുന്നവർ അല്ലേ, അവരാണ് ലോകത്തിലുള്ളവർ. അവർക്കൊന്നും പിടിച്ചു നിൽക്കാനാവില്ല. കാരണം എന്താ? അവരുടെ തന്ത കുരങ്ങന. പക്ഷേ ആത്മാവ്, നമ്മുടെ ദൈവം ആണ് ഞങ്ങളുടെ അപ്പൻ. ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ് ഞങ്ങൾ. അങ്ങനെ തിരിച്ചറിയുന്ന നമ്മുടെ അപ്പനാരാ? ജീവനുള്ള ദൈവം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ അന്ത്യകാലത്തുനിന്നല്ല നമുക്ക് മാത്രമേ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായോ? പാപം പെരുകി വരാണല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് കാണുന്ന പലതും ഒറിജിനലല്ല, ഒക്കെ ഒരു മിഥ്യയാണല്ലേ, ഫുൾ അഭിനയമാണ്. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലായാലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും എന്താ പറയുക, സ്വഭാവത്തിൻ്റെ കാര്യത്തിലായാലും പോലും എല്ലാം ഫുൾ അഭിനയമാണ്. നമുക്ക് എവിടെയും കാണാൻ സാധിക്കും. ഒറിജിനാലിറ്റി ഇന്ന് കാണാനേ ഇല്ല. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് രക്തവും ആത്മാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ഇത് ജസ്റ്റ് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ തന്നേ ഉള്ളൂ നമ്മുടെ ആത്മാവിനെ കുറിച്ച്. ഇനി എന്താണ് അത് തമ്മിലുള്ള ബന്ധം എന്ന് നമുക്ക് നോക്കാം. ലേവ്യർക്ക് എഴുതിയ പുസ്തകം 17:11 ജീവൻ നിലനിൽക്കുന്നത് രക്തത്തിലല്ലയോ, അവിടെ എഴുതിയേക്കാം. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? ജീവൻ നിലനിൽക്കുന്നത് രക്തത്തിലാണ്. 14ാമത്തെ വാക്യം എഴുതിയിട്ടുണ്ട് അവിടെ, സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ ജീവധാരയായ രക്തം തന്നെയാണ്. അപ്പം രക്തം ഒഴുകുകയാണ്, മനസ്സിലായി. അപ്പം ജീവധാരയായ
രക്തമാണ് സകല ജഡത്തിൻ്റെയും ജീവൻ. അപ്പം അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളോട് ഏതൊരു ജഡത്തിൻ്റെയും രക്തം നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് ദൈവം കൽപ്പിച്ചത്. സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ രക്തമല്ലോ, അത് ഭക്ഷിക്കുന്നവനെ എല്ലാം ഛേദിച്ച് കളയണം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. മനുഷ്യ ശരീരമായാലും രക്തം ഓടുന്നത് കൊണ്ടാണ് ജീവൻ നിലനിൽക്കുന്നത്. ജീവനുള്ളത് കൊണ്ടാണ് ആത്മാവിന് ശരീരത്തിൽ നിലനിൽക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ രക്തയോട്ടം നിന്നാലോ ആത്മാവും ശരീരവും തമ്മിലുള്ള കണക്ഷൻ വിട്ടുപോവുകയും ആത്മാവ് ശരീരം വിട്ടുപോവുകയും ചെയ്യും എന്നാണ് ചുരുക്കം. അപ്പോൾ ഇതാണ് ആത്മാവും ബ്ലഡും തമ്മിലുള്ള കണക്ഷൻ. അതായത് ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ ബ്ലഡ് കൊടുത്താലേ ആത്മാവിനെ കിട്ടൂ. യേശുവായുടെ ക്രൂശിലെ മർമ്മം മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, യഹൂദർക്കും നമുക്കും എങ്ങനെ രക്ഷ കിട്ടി എന്ന്. യഹൂദന്മാരുടെ പാപം പരിഹരിക്കാനായിട്ട് അവർക്ക് കൊല്ലാക്കൊല്ലം മൃഗത്തിന്, കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്ന ഒരു പതിവുണ്ട്. അത് ദൈവം അവരോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ യേശുവായുടെ ക്രൂശിലെ ബലിയിലൂടെ ഇനി മുതൽ ആ കൊല്ലാക്കൊല്ലമുള്ള ആ ഒരു പാപപരിഹാര ബലി ഇനി വേണ്ട. അവർക്ക് യഹൂദർക്ക് നിത്യമായ രക്ഷ കിട്ടി, പാപമോചനം കിട്ടി എന്നാണ് യഹൂദരുടെ കാര്യത്തിൽ. എന്നാൽ ജാതികളായ നമുക്ക് രക്ഷ കിട്ടിയത് എങ്ങനെയാ? യേശുവായുടെ രക്തത്തിലൂടെയാണ് അല്ലേ. അപ്പം അതെങ്ങനെയാ യേശുവായുടെ രക്തത്തിലൂടെ നമുക്ക്, ജാതികളായ നമുക്ക് രക്ഷ കിട്ടിയത്? നമുക്കറിയാലേ, കയീൻ ആബേലിനെ കൊന്നതിലൂടെ പാപം ലോകത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ സാത്താൻ ലോകത്തിൻ്റെ രാജാവായിട്ട് മാറി. അപ്പോൾ അന്ന് മുതൽ ഈ ലോകത്ത് ഏതൊരു മനുഷ്യൻ്റെ ആത്മാവും, ജനിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ആത്മാവും മടിച്ചു കഴിഞ്ഞാൽ എവിടേക്ക് പോകാം? സാത്താൻ്റെ അടുത്തേക്കാണ് പോകാം. കാരണം എന്താ? സാത്താനാണ് റൂളർ, അധികാരിയും ആധിപത്യവും അവൻ്റെ ചുമലിലാണ്, അവൻ്റെ കയ്യിലാണ്. അപ്പം അതുകൊണ്ട് സാത്താൻ എത്ര നീതിമാനായാൽ കൂടും ആർക്കും രക്ഷയില്ല. അവരുടെ ഒക്കെ ആത്മാവ് സാത്താൻ്റെ അടുത്തേക്ക് പോകും. ഇസ്രായേൽ മക്കളുടെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരുടെയും ആത്മാവിനെ അവൻ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതായത് നോഹ, അബ്രഹാം എന്ന് വേണ്ട എല്ലാ നീതിമാന്മാരും അതിനകത്ത് പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദം മുതൽ എല്ലാവരുടെയും ആത്മാക്കൾ ആരുടെ അണ്ടറിലായിരുന്നു? ഈ സാത്താൻ്റെ അണ്ടറിലായിരുന്നു. അപ്പോൾ നമ്മുടെ ആത്മാവിനെ തിരിച്ചു വാങ്ങിക്കണമെങ്കിൽ അവിടെ എന്ത് കൊടുക്കണം? രക്തം കൊടുക്കണം. അതായത് ഉദാഹരണമായിട്ട് ആബേലിൻ്റെ രക്തം താഴെ മണ്ണിൽ കിടന്ന നീതിക്ക് വേണ്ടി ദൈവത്തോട് നിലവിളിച്ചു എന്നുള്ള ഭാഗം ബൈബിളിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. രക്തം എങ്ങനെയാണ് നിലവിളിക്കുക അല്ലേ? അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ രക്തവും ആത്മാവും തമ്മിൽ കണക്റ്റഡ് ആണെന്ന്. അപ്പോൾ രക്തം പോയി കഴിഞ്ഞപ്പോൾ ആത്മാവും ശരീരവും രണ്ടും രണ്ടായി. ആ ആത്മാവിന് പിന്നെ ശരീരത്തിൽ ജീവിക്കാൻ പറ്റില്ല, കാരണം അവിടെ രക്തം പോയി കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ ആത്മാവ് രക്തത്തിൽ, ആ ആത്മാവ് നിലവിളിച്ച കാര്യമാണ് അവിടെ പറയുന്നത്. അല്ലാണ്ട് രക്തം കിടന്ന് കരഞ്ഞ് എന്തിനാണ് എനിക്കിങ്ങനെ വന്നത്, എനിക്ക് നീതി നടപ്പാക്കി തരുമെന്ന് പറയല്ല. അപ്പോൾ ആബേലിൻ്റെ ആ രക്തത്തിന്, ആബേലിന് അല്ലെങ്കിൽ ആബേലിൻ്റെ ആത്മാവിന് നീതി നടപ്പാക്കി കൊടുക്കണം. അപ്പം അതിനാലാണ് കയീൻ ആബേലിനെ കൊന്ന സ്ഥലത്ത്, ആ രക്തം വീണ സ്ഥലത്ത് ഗാഗുൽത്ത മലയിൽ യേശുവായുടെ ക്രൂശ് മരണം നടന്നത്. അങ്ങനെ മരണത്തിൻ്റെ അധികാരത്തിൽ കിടന്ന നല്ല ആത്മാക്കളെ കിട്ടാനായിട്ട് യേശുവായുടെ രക്തം മുഴുവനും കൊടുത്തു. അവസാനത്തുള്ളി രക്തം വരെ കൊടുത്തു. മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് ക്ലിയറായോ? ആബയുടെ രക്തം വാഗ്ദാനം മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എടുത്ത് പിന്നെയും നിങ്ങളോട് പറയുന്നില്ല. വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയതും, അന്ന് അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായതും, സിക്സാഗ് മോഡലിൽ ആ ഭൂകമ്പത്തിൽ രക്തവും വെള്ളവും ഒന്നിച്ച് താഴെയുണ്ടായിരുന്ന നിയമപെട്ടകത്തിലേക്ക് വീണതും, അങ്ങനെ യഹൂദന്മാർക്ക് പിന്നെ കൊല്ലമുള്ള പാപപരിഹാര ബലി വേണ്ട, അവർക്ക് രക്ഷ കിട്ടി. അത് അവരുടെ കാര്യത്തിൽ. ഇത് നമ്മളുടെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ യേശുവായുടെ രക്തം എങ്ങനെ നമുക്ക് രക്ഷയായി എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ യേശുവായുടെ അവസാനത്തുള്ളി രക്തം വരെ നമ്മുടെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് അവിടുന്ന് ഒഴുക്കി.
അങ്ങനെ തിരിച്ചു വാങ്ങിച്ചതാണ് നീതിമാന്മാരുടെ ആത്മാവുകൾ. അപ്പോൾ പിശാചിൻ്റെ റൂളറിൽ ആയിരുന്ന ആ ആത്മാക്കളിൽ നിന്ന് യേശു ക്രൂശ് മരണത്തിലൂടെ സാത്താൻ്റെ കയ്യിൽ നിന്ന് ആ ആധിപത്യം പിടിച്ചു വാങ്ങിച്ചിട്ട് പാതാളത്തിൽ ചെന്നിട്ടല്ലേ, നമുക്കത് വായിച്ചാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പാതാളത്തിൽ ചെന്നതും അവിടെയുള്ള ആത്മാക്കളോട് പ്രസംഗിച്ച് അവിടുന്ന് സാത്താൻ്റെ കരണത്തടിച്ച് ആധിപത്യത്തിൻ്റെ താക്കോലും വാങ്ങിച്ച് ആബ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ആധിപത്യത്തിൻ്റെ മാത്രം, പക്ഷേ ഈ ഭൂമിയിൽ അധികാരം അവനുള്ളത് തന്നെയാണ്. പക്ഷേ ആബയ്ക്ക് തീരുമാനിക്കാം ആരൊക്കെ സ്വർഗത്തിൽ പോകണം, ആരൊക്കെ നരകത്തിൽ പോകണം എന്ന്. മനസ്സിലായോ? അപ്പോൾ ലോകത്തിൻ്റെ അധികാരി സാത്താനാണെങ്കിലും ആധിപത്യത്തിൻ്റെ താക്കോൽ ദൈവത്തിൻ്റെ കയ്യിൽ തിരിച്ചെത്തി. ആത്മഹത്യ പാപമാണെന്ന് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ അറിയാം അല്ലേ? അതായത് ആത്മഹത്യ, ആത്മാവിനെ സ്വയം ഹത്യ ചെയ്യുന്നു. ദൈവം വിളിക്കുന്നതിന് മുൻപേ ഇത് മനുഷ്യരുടെ കൈ കൊണ്ട് അല്ലെങ്കിൽ മനുഷ്യരുടെ കണ്ണിൽ അത് പാപമാണ്. ദൈവം വിളിക്കുന്നതിന് മുൻപേ ആ ആത്മാവിനെ മനുഷ്യര് കൊന്നുകളയുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അല്ലേ ആത്മാവിന് പ്രവർത്തിക്കാനുള്ളതാണ്. ആത്മാവിനാൽ ദൈവത്തെ സ്തുതിക്കാനാണ് നമ്മുടെ ശരീരം. സ്വന്തം ആത്മാവിനെ ശരീരത്തിൽ തന്നെ കൊല്ലുന്ന മനുഷ്യരാണ് ഇന്നുള്ളത്. ഇന്ന് മനുഷ്യൻ, അതായത് ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് ആത്മാവിനെ കൊല്ലുകയാണ്. ആത്മാവ് ജീവനോടുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല. അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് സ്വന്തം ശരീരത്തിൻ്റെ സുഖം നോക്കിയിട്ട് അല്ലേ. അപ്പോൾ ശരീരസുഖത്തിന് വേണ്ടി ആത്മാവിനെ കൊല്ലുന്നു ഇന്ന് ഭൂമിയിൽ. എന്നാൽ പിന്നീട് അവർക്ക് നിത്യവിധിയിൽ നരകം കിട്ടുമ്പോൾ മരണശേഷം എന്താ സംഭവിക്കുന്നത്? നമുക്കെല്ലാവർക്കും പുതിയ ശരീരം ലഭിക്കും അല്ലേ? നല്ലവർക്കും പുതിയ ശരീരം കിട്ടും, കെട്ടവർക്കും പുതിയ ശരീരം കിട്ടും. എന്നിട്ട് ഈ പുതിയ ശരീരം വെച്ചിട്ട് ഈ ആത്മാവ് എവിടെ ജീവിക്കുന്നു എന്നതിലാണ് പ്രാധാന്യം. അപ്പോൾ അതായത് മീൻസ് കെട്ടവരാണ് എങ്കിൽ, തെറ്റ് ചെയ്തവരാണ് എങ്കിൽ അവർക്ക് പുതിയ ശരീരം വെച്ച് നിത്യനരകത്തിലും, നല്ല നീതിമാന്മാർക്ക് പുതിയ ശരീരം വെച്ച് നിത്യരാജ്യത്തിലേക്കും കിടക്കാം, നിത്യതയിലേക്ക് ജീവിക്കാം നിത്യകാലത്തോളം. അപ്പോൾ ഈ നരകത്തിൽ നിത്യകാലത്തോളം പുതിയ ഒരു ശരീരവും ഈ വെച്ചിട്ട് ജീവിക്കുന്ന ഒരു കാര്യം നിങ്ങൾ നോക്കി. അപ്പോൾ എന്താണ്? നിത്യകാലത്തേക്കും ശരീരത്തെ പീഡിപ്പിക്കുന്നു. അപ്പോൾ ആത്മാവിനോടൊപ്പം ഇരുന്ന് കരയാം. ഇന്ന് ആത്മാവിനെ ശ്രദ്ധിക്കാണ്ട് ശരീരത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യർ, ശരീരസുഖത്തിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് ജീവിക്കുന്ന മനുഷ്യർ നാളെ എന്തുണ്ടാവും? ശരീരം പീഡിപ്പിക്കപ്പെടുമ്പോൾ ആത്മാവിനോടൊപ്പം തന്നെ കുത്തിരുന്ന് കരയാം അല്ലേ? അറിഞ്ഞവന് അടി കൂടുന്ന. അപ്പോൾ ഇതെല്ലാം അറിവുള്ളവർക്ക്, അതായത് ഞാൻ കൂടുതൽ പറയുന്നത് സത്യക്രിസ്ത്യാനികൾ, സഭയിൽ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് വായും തുറന്നിരിക്കുന്നവർ, മുകളിലോട്ട് നോക്കി ഉടലോട് കൂടി എടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക്, ഇനി അവർക്കാണ് കൂടുതൽ അടി കിട്ടുക എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അവർ നരകത്തിൽ പോകുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം അവർ സ്വർഗമാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഞങ്ങളെ കഴിഞ്ഞിട്ടേ മറ്റുള്ളവർ പോകൂ എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് നരകം കിട്ടിക്കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. അവർ അത്രയധികം അനുഭവിക്കും. ഇനി കള്ളൊക്കെ കുടിച്ച് മയക്കുമരുന്നൊക്കെ അടിച്ച് നടക്കുന്ന, തെറ്റുകളൊക്കെ ചെയ്തെടുക്കുന്ന അവർ അറിയാം, ഞങ്ങൾ നരകത്തിൽ തന്നെയാണ്, ഓക്കെ, അവർക്കൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ അറിഞ്ഞവന് അടി കൂടും. അപ്പോൾ നമ്മൾ ആത്മാവിനെ ഒരു മനുഷ്യൻ എങ്ങനെയപ്പം കൊല്ലുന്നേ അല്ലേ? അത് ചിലർ ചിന്തിക്കും. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ദൈവസന്നിധിയിൽ പോകാൻ പറ്റാത്ത വിധത്തിൽ ആത്മാവിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ് ആത്മാവിനെ കൊല്ലുക എന്ന് പറയുന്നത്. എസെക്കിയേൽ 18:4. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് കണക്റ്റഡ് ആണല്ലേ? അത് നമുക്കറിയാം. അപ്പം അതിനാൽ തന്നെ ഇന്ന് ആത്മാവിനെ ശ്രദ്ധിക്കാതിരുന്നാൽ അത് മരിച്ചു പോകും, അത് ജീവനുള്ളതാകില്ല. അപ്പം അതിനെ കൊല്ലുന്നവൻ നാളെ ശരീരത്തെ കൊല്ലും. അതിനാൽ തന്നെ മരണത്തിലേക്ക് ആത്മാവിനെ വിട്ടുകൊടുക്കാൻ ഒരിക്കലും അതിന് നിവൃത്തി വരുത്തരുത് സഹോദരരെ. നമ്മൾ ആത്മാവിനാൽ ഉണർന്നിരിക്കുമ്പോഴാണ് നമ്മൾ ദൈവവുമായിട്ട് കണക്റ്റ് ആകുക. അപ്പോൾ നമ്മളെപ്പോഴും സന്തോഷമാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ നിത്യരാജ്യത്തിൽ സന്തോഷം നമുക്ക് ഇവിടെ കിട്ടും? ദൈവാത്മാവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുമ്പോൾ.
അതെങ്ങനെ നമ്മൾ അറിയാം നമ്മുടെ ആത്മാവ് ജീവിച്ചിരിക്കുന്നു, ക്ഷേമമായിരിക്കുന്നു എന്ന്? അതായത് ആത്മാവ് ഉണർന്നിരിക്കാനായിട്ട് നമ്മൾ ഹീബ്രു പാട്ടുകളൊക്കെ പാടുന്നതും കേൾക്കുന്നതും, പ്രാർത്ഥന, സ്തുതി, ആരാധന, ഇതെല്ലാം നമ്മുടെ ആത്മാവിനെ പുതുക്കമുള്ളതായിരിക്കും, ആത്മാവിനെ ജീവനോടുകൂടി നിലനിർത്തും. പക്ഷേ അതിനൊക്കെ കുറച്ച് എഫേർട്ട് എടുക്കണം. ആത്മീയ ഗാനങ്ങൾ പാടണം, അല്ലേ? പക്ഷേ അപ്പം അതിനെ കുറച്ച് എഫേർട്ട് എടുത്താൽ നമുക്ക് നമ്മുടെ ആത്മാവിനെ ജീവനോടുകൂടി നിലനിർത്താം, നിത്യരാജ്യത്തിലേക്ക് എത്തുന്നത് വരെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു സംശയം ഉണ്ടാവും, നമ്മുടെ ആത്മാവിന് എന്തെങ്കിലും സംഭവിച്ചോ, ജീവനുള്ളതാണോ, അത് സൗഖ്യമായിരിക്കുന്നുവോ, അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൂട്ടു സഹോദരങ്ങളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു, നിങ്ങളുടെ ആത്മാവ് സൗഖ്യമായിരിക്കുന്നുവോ? അപ്പം നമ്മളോട് തന്നെ ചോദിക്കും, എൻ്റെ ആത്മാവ് സൗഖ്യമായിരിക്കുന്നുവോ, അല്ലേ? അപ്പം അതെങ്ങനെ തിരിച്ചറിയാം? അപ്പം അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് നമുക്കൊക്കെ പൊതുവായിട്ടുണ്ടാകുന്ന സ്വഭാവങ്ങളായിരിക്കും ഞാനിപ്പോൾ പറയുന്നതൊക്കെ, എല്ലാവർക്കും ഒരുപോലെ തന്നെ ആയിരിക്കും ദൈവമക്കൾക്ക്. ഹീബ്രു പാട്ടുകൾ കേൾക്കുമ്പോൾ അതിനോടൊരു അട്രാക്ഷൻ ഉണ്ടോ? അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ അരോചകം തോന്നി ഓടിപ്പോകാൻ തോന്നുന്നുണ്ടോ? അപ്പോൾ അതൊരു വ്യത്യാസം. ആത്മാവിന് ഹീബ്രു ഭാഷ കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അർത്ഥമൊന്നും അറിയില്ലെങ്കിലും അത് കേൾക്കുമ്പോൾ മനം തുടിക്കും. എൻ്റെ വീട്ടിലൊക്കെ ഹീബ്രു പാട്ട് വെക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഉറക്കെ വെക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കേൾക്കുമ്പോൾ. പക്ഷെ ചിലർക്ക് അത് കേൾക്കുമ്പോൾ ഇളകി അങ്ങോട്ട് വരും. ഇത് ഒന്നാമത്തെ അറിയാത്ത ഭാഷ. അപ്പോൾ അത് മാറ്റി പെട്ടെന്ന് ക്രിസ്തീയ ഭക്തി ഗാനങ്ങളൊക്കെ ഇട്ട് അവർ വലിയ അഭിനയമാണ്, അവർ ഭക്തി കൂടിയവരാണല്ലോ, നമ്മൾ പിന്നെ ഭക്തി ഇല്ലാത്തവരാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് കുറേ പേരൊക്കെ, അല്ലേ? പക്ഷെ നമുക്കൊക്കെ ഹീബ്രു സോങ്സ് എന്ന് വെച്ചാൽ പഠിക്കണം എന്ന ആഗ്രഹം, നമുക്ക് കേൾക്കുമ്പോൾ എന്തോ ഒരു മനസ്സ് ഇങ്ങനെ തുടിക്കുന്ന പോലെ, നമുക്ക് അർത്ഥമൊന്നും അറിയില്ല എങ്കിലും. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും. അതായത് പ്രത്യേകിച്ച് ദുഃഖം വരുമ്പോൾ, എന്ത് വന്നാലും എൻ്റെ അപ്പൻ നോക്കിക്കോളും എന്ന ഒരു സുരക്ഷിതത്വ മനോഭാവം നമുക്കുണ്ടാകും. പിന്നെയാണ് വാണിംഗ് എന്നുള്ളൊരു കാര്യം. അതായത് എന്തെങ്കിലും ആത്മാവിന് നല്ലതല്ലാത്തത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വാണിംഗ് കിട്ടും. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ എന്തോ തപ്പി ഫോൺ എടുത്തു, പക്ഷെ അതിലിപ്പോൾ റീൽസ് വന്നു. അപ്പോൾ അതൊരു പെട്ടെന്നൊരു അട്രാക്ഷനായി, അതെന്താ, അപ്പോൾ നമ്മളത് കണ്ടു. പിന്നെ അറിയാതെ തന്നെ നമ്മൾ അടുത്ത് നോക്കുമ്പോൾ അത് എന്തോ നമ്മൾക്കൊരു അട്രാക്ഷൻ, അത് കണ്ടു. അങ്ങനെ തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നായി ഇത് കുറച്ച് നേരമായാലോ, ഇത് സാത്താൻ നമ്മളെ കൊണ്ടുപോകണം എന്നുള്ള വലിച്ച് പെട്ടെന്ന് നമ്മളത് ഓഫ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഒരു വാണിങ്, മനസ്സിലായോ? പക്ഷെ മറ്റുള്ളവർക്ക് അതില്ല. അവരിങ്ങനെ മണിക്കൂറുകളോളം കണ്ടിരിക്കും. പെട്ടെന്ന് അതിൽ നിന്ന് എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ വന്ന് എന്തെങ്കിലേക്ക് പോകുമ്പോഴാണ് അവരത് ഇട്ടിട്ട് പോവുള്ളൂ. അതുവരെ അത് കണ്ടിരിക്കും, സമയം പോകുന്നതേ അറിയില്ല. പക്ഷെ നമുക്ക് 1, 2, 3 റീൽസ് കഴിഞ്ഞതിന് ഉടനടി നമുക്ക് വാണിംഗ് കിട്ടാണ്, ഇത് ശരിയല്ലല്ലോ, ഇപ്പോൾ ഞാൻ അത് കണ്ടിരിക്കുക, ഇത് ശരിയല്ലല്ലോ, പെട്ടെന്ന് നമ്മളത് ഓഫ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള വാണിങ് സാത്താൻ വലിച്ചുകൊണ്ട് പോകുന്നത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, മോളെ തിരിച്ചു വാ, നീ അത് ഓഫ് ചെയ്യേ എന്നൊക്കെ. പിന്നെ വചനം വായിച്ച് അന്വേഷിച്ച് നമ്മളിങ്ങനെ പരിശുദ്ധാത്മാവൊക്കെ ആയിട്ട് സംസാരിക്കാനൊക്കെ റെഡിയായിട്ട് നിൽക്കാന്നിരിക്കും, വർഷിപ്പിനൊക്കെ. അപ്പോഴായിരിക്കും ഫോൺ അങ്ങോട്ട് വരും, ഒരു ഫോൺ അങ്ങോട്ട് വരും. അതിൽ ചിലപ്പോൾ നമ്മൾ പ്രിയപ്പെട്ടവരായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വിഷമമായാലോ, അപ്പോൾ അതൊന്ന് സംസാരിച്ചിട്ട് നമുക്ക് നിർത്താം. പക്ഷെ നമ്മളത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിർത്താമെന്ന് വയ്ക്കുമ്പോൾ ആ ഫോണിൽ കൂടെ നമ്മുടെ പ്രിയപ്പെട്ടത് തന്നെ സംസാരിക്കുമ്പോൾ ആ സംസാരങ്ങൾ നീണ്ടു പോകുന്ന തരത്തിലുള്ള ഒരു സാത്താൻ്റെ കളികളാണ്. കാരണം നമ്മളിരിക്കുന്നത് ആബയെ സ്തുതിക്കാനും നമ്മൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വർഷിപ്പിനൊക്കെ ഇരിക്കുമ്പോൾ അതൊന്ന് തെറ്റിക്കാനുള്ള ഒരു സാത്താൻ്റെ ശ്രമം. അപ്പം അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരും, ഇത് സാത്താൻ്റെ പണിയാണല്ലോ, പെട്ടെന്ന് നമുക്ക് ഈ സ്റ്റോപ്പ് ചെയ്യണല്ലോ. അപ്പോൾ അവരോട് നമ്മൾ നല്ലോണം പറഞ്ഞിട്ട് ശരി കേട്ടോ, നമ്മൾ പിന്നെ വിളിക്കാവേ, ഞാനിപ്പോൾ തിരക്കില്ല, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നമ്മളത് കട്ട് ചെയ്ത് നമ്മൾ നമ്മുടെ ആബയുടെ അടുത്തേക്ക് തിരിച്ചു വരും, അല്ലേ? അപ്പം അങ്ങനെയൊക്കെയുള്ള എന്താ പറയുക, നമുക്കൊരു വാണിങ്സ് കിട്ടും, നീ സ്റ്റോപ്പ് ചെയ്യേ, എന്താ വെച്ചാൽ അത് നിർത്തുക, നീ ചെയ്യാൻ പോയ ആ നല്ല കാര്യം ചെയ്യേ. പിന്നെ ശബത്ത് ആചരിക്കുമ്പോൾ ഒക്കെ റെഡിയാക്കിക്കൊണ്ട് നമ്മളിങ്ങനെ വെള്ളിയാഴ്ച വൈകുന്നേരം നമുക്കറിയാലേ, സൂര്യാസ്തമയം വരുമ്പോഴേക്കും നമ്മുടെ ഭയങ്കര തിരക്കിലായിരിക്കും. നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാനും നമുക്ക് അങ്ങനെ ഓടി നടക്കുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും വലിയൊരു കാര്യം അങ്ങോട്ട് വരും. അതൊക്കെ സാത്താൻ ഇങ്ങനെ കൊണ്ടുവരുന്നതാ. അപ്പോൾ ആത്മാവ്, അപ്പം നമ്മൾ അതിനകത്തേക്ക് നമ്മൾ അങ്ങോട്ട് മനസ്സ്, നമ്മളുടെ ഈ പണികൾ ഇവിടെ കിടക്കണം, ഇത് ഒക്കെ, പക്ഷെ നമുക്ക് അതിലേക്ക് കൈകാര്യം ചെയ്യേണ്ട രീതിയിലേക്ക് നമ്മുടെ മനസ്സും ശരീരമൊക്കെ പോകേണ്ട ഒരവസ്ഥ.
അപ്പോൾ ആത്മാവ് പറയും, അതൊന്നും നീ ശ്രദ്ധിക്കണ്ട, നിനക്ക് വലുത് ശബത്താണ്, നിന്റെ ദൈവമാണ്, ദൈവം കഴിഞ്ഞിട്ട് നിനക്ക് എന്തുമുള്ളൂ. അപ്പോൾ ഒരു വാണിംഗ് കിട്ടും അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതുമാതിരി നമ്മൾ എപ്പോഴും ആത്മാവ് വഴി നടത്തും. തെറ്റുകൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ വാണിംഗ് തരും, അതുപോലെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സഹായിക്കും. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ നമുക്ക് ഫീൽ ചെയ്യും, മനസ്സിലായി. സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ദൈവം നമ്മളെ കെട്ടിപ്പിടിച്ച് ആശ്വസിക്കുന്ന പോലെ, നമ്മൾക്ക് പ്രാർത്ഥിച്ച് വചനം എടുക്കുമ്പോൾ നമ്മളോട് ദൈവം സംസാരിക്കുന്ന പോലെ, അങ്ങനെ എപ്പോഴും നമ്മൾ കൂടെ നടന്ന് നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ആത്മാവ് ജീവനോടെയുണ്ട് എന്ന് നാം അറിയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഒരു ടോക്ക് കേൾക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ദൈവത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കത് എഴുതിയെടുക്കാൻ തോന്നും, അത് ശരിയാണോ എന്ന് ബൈബിളിൽ പോയി നോക്കാൻ തോന്നും. അപ്പോൾ എത്ര സമയമില്ലെങ്കിലും നമ്മളത് നോക്കിയിട്ടന്ന് കിടക്കുമോ, അല്ലെങ്കിൽ നമുക്കതൊരു സുഖമില്ല, ആത്മാവിന് ഒരു സുഖമില്ലാത്ത പോലെ തോന്നും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, സംശയങ്ങൾ വരും ബൈബിൾ വായിക്കും, ഇതെന്താ അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഉത്തരം കണ്ടെത്താനുള്ള ഒരു വചനത്തിൻ്റെ വേറെ ഭാഗങ്ങളിലേക്ക് പോയിട്ടും അപ്പോൾ അതിനൊരു തത്രപ്പാട്, അല്ലെങ്കിൽ ആബയോട് തന്നെ ചോദിക്കും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഒരു കൊതി ദൈവവുമായിട്ട് സംസാരിക്കാനും ദൈവവുമായിട്ട് നമുക്കൊരു അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതൊക്കെ കൊതി. അപ്പം അതൊക്കെയാണ് ജീവനുള്ള ആത്മാവിൻ്റെ ലക്ഷണം. അപ്പോൾ ഞാൻ നിർത്താണ്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ആത്മാവും രക്തവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ വില എല്ലാവരും മനസ്സിലാക്കണം. ആബയുടെ അവസാനത്തുള്ളി രക്തം വരെ കൊടുത്തിട്ട് വിലയ്ക്ക് വാങ്ങിച്ചവരാണ്, സാത്താൻ്റെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിച്ചവരാണ് നമ്മുടെ ഈ ആത്മാക്കൾ. അപ്പോൾ ആത്മാവിന് നല്ല വിലയുണ്ട്, അത് നശിപ്പിക്കാനായിട്ട് ഒരിക്കലും ഇടവരുത്തരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശബാത്ത് ശലോം. ഇന്ന് ഹീബ്രു നമ്മൾ പഠിക്കാൻ പോകുന്നത് രക്തം, ദാം എന്നാണ് പറയുന്നത്. DAM, ദാം, രക്തം എന്നാണ് ഹീബ്രുവിൽ പറയാം. അപ്പോൾ ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും തോദാ റബ്ബ തോദാ.